പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമന്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഭാഗ്യശ്രീ. മാത്രവുമല്ല, സത്യങ്ങൾ അറിയുന്ന തൻ്റെ അച്ഛനും അമ്മയും അത് മനഃപൂർവ്വമാണ് മറച്ചു പിടിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാവുകയും ചെയ്യുന്നു. ഇനി സത്യങ്ങൾ അറിയുക തന്നെ വേണം എന്നുള്ള നീക്കം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് ഒടുവിൽ ആ സത്യങ്ങൾ പുറത്തു വരുന്നത്. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുന്നു. പക്ഷേ ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് സുമിത്രയും ബാലുവും. ഇതോടെ അവൾ സത്യങ്ങൾ ബലരാമനെ അറിയിച്ചാൽ എന്താകും അവസ്ഥ? കാര്യങ്ങൾ കൈവിട്ടു പോകുമല്ലോ. അവൾ അറിയിക്കില്ല ബാലു. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? അത് ഞാൻ പറയാം. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് ബാലു, ശരി, ഞാനെല്ലാം നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാ. കാര്യങ്ങൾ നീ തന്നെ മാനേജ് ചെയ്യണം. ശരി, ഇനി ഈ കാര്യത്തിലൊരു അബദ്ധം പറ്റില്ല, അത് ഞാൻ ഉറപ്പു നൽകാം. എന്നാൽ ഇതേ സമയം ഭാഗ്യശ്രീ ആകട്ടെ ബലരാമനെ കാണുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ്. കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ബലരാമനാകട്ടെ എന്താണ് പ്രശ്നമെന്ന് ഭാഗ്യശ്രീയോട് ചോദിക്കുന്നു. ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം ചേട്ടാ. നമ്മളെ എല്ലാവരും കൂടി ചതിക്കുകയാണ്. ഞാൻ ആ ചതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ പറയാൻ തയ്യാറായിരിക്കുന്നത്. സുമിത്രയെ വിശ്വസിക്കരുത്. ഇത് കേട്ട് ബലരാമനാകെ ഞെട്ടിപ്പോകുന്നു. എന്തായാലും നീ വാ, നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, പോരെ? ശരിയേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് യാത്ര തുടങ്ങുന്നു ഭാഗ്യശ്രീ. പക്ഷേ ഇതിനിടയിലാണ് ഭാഗ്യശ്രീയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ദുരന്തം വന്നു സംഭവിക്കുന്നത്. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ തകർന്നു പോവുകയാണ് ഇപ്പോൾ അവൾ. പക്ഷേ ഇതിനിടയിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഓഫീസിലേക്ക് എത്തിയതിനെ തുടർന്ന് അവിടെ വെച്ച് കൃഷിനെ ഉമ്മ വയ്ക്കുകയാണ് ഇപ്പോൾ മാനസ. ഇത് കണ്ട് കൺമണിയാകെ ഞെട്ടിപ്പോകുന്നു. എന്നാൽ കൃഷ് അഭിനയിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാവുന്ന അവൾ പക്ഷേ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ്. കൃഷാണെങ്കിൽ കൺമണി കൈവിട്ട് കാര്യങ്ങൾ കളയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് മാനസ നിൽക്കുന്നത്. കൃഷ് എൻ്റേതു മാത്രമാണ് എന്ന് കൺമണിയുടെ മുന്നിൽ തെളിയിക്കുക തന്നെ വേണമെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ കൺമണിക്ക് അസൂയ ഉണ്ടാക്കുകയാണ്. ഇതേ തുടർന്ന് കൺമണി ചെന്ന് കണ്ടിരിക്കുകയാണ് കൃഷിനെ. ദേ, അവളുടെ കൂടെ ഇങ്ങനെ അടുത്ത് ഇടപഴകരുത് എന്ന് ഞാൻ പറഞ്ഞതാ. ഇത് ഞാൻ ഇനി ക്ഷമിക്കുകയില്ല. ഇടി, നീ ഒന്ന് അടങ്ങ്. ഇതൊക്കെ ഒരു ആക്ടിങ് അല്ലേ? നീ കാര്യങ്ങൾ കൈവിട്ട് കളയല്ലേ എന്ന് പറഞ്ഞ് കൃഷ് വീണ്ടും ഒഴിഞ്ഞു മാറുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.